എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് +1 പഠിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയുടെ ഡൗട്ടാണ്. നമുക്കറിയാം, എല്ലാ വിദ്യാർത്ഥികളും +2 ശേഷം ഒരു വിദേശത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ജർമ്മൻ ലാംഗ്വേജിൽ A1, A2, B1, B2 ഒക്കെ പാസ്സായതിനു ശേഷമാണ് വിദേശത്തേക്ക് പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ പോകാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ +2 ശേഷം പഠിക്കുമ്പോൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് വരുന്നു. അതിനോടൊപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതുമൊക്കെ ഒരു ഓവർ ബേർഡനിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പോവുക. അതിന് പകരം ഇത് +1 +2 ഒരു A1, A2 ലെവലിലുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് തീർക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം നമ്മുടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10th ക്ലാസ്സിന് ശേഷം +1 +2 ഏത് സ്ട്രീമും ആവട്ടെ, ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ബയോ സൈക്കോളജിയോ ഏത് സ്ട്രീമും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജർമ്മൻ ലാംഗ്വേജും പഠിക്കാനുള്ള അവസരമാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനോടൊപ്പം ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് കമ്പൽസറി ആണ്. അതിനോടൊപ്പമാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയി ജർമ്മനും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് +2 ശേഷം ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കുന്ന സമയവും നമുക്ക് സേവ് ചെയ്യാം. ആ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുള്ള വലിയൊരു എമൗണ്ടും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ +2 ശേഷം ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പോടെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 10th ക്ലാസ്സിന് ശേഷം ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 11th 12th പഠനത്തിനോടൊപ്പം ഏത് സ്ട്രീം എടുത്തും നമുക്ക് ജർമ്മൻ ലാംഗ്വേജും പഠിക്കാം. +2 ശേഷം A1, A2 ഡയറക്റ്റ് എഴുതത്തക്ക രീതിയിൽ +2 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ ജർമ്മൻ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റോടുകൂടി പാസ്സായി പുറത്തിറങ്ങാൻ സാധിക്കും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.